ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവത്ഗീത അധ്യയന ക്ലാസ്സിലേക്ക് എല്ലാ യോഗ ബന്ധുക്കളെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഭഗവത്ഗീത അധ്യയനം 150-ാമത്തെ ദിവസമാണ്. സംസ്കാരം സംഘടനാ സേവ ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മലയാളം ഓൺലൈൻ യോഗ ക്ലാസിന്റെ ഭാഗമായി നടക്കുന്ന ഭഗവത്ഗീത അധ്യയന ക്ലാസിന്റെ 150-ാം ദിവസമാണ് ഇന്ന്. അധ്യായം 16 ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്നാണ് അധ്യായത്തിന്റെ പേര്. ഷെഡ്യൂൾ ഒന്ന് എളുപ്പം വായിക്കാം. ധ്യാന ശ്ലോകം രമാക്ക, ചാൻഡിങ് റിവിഷൻ ശ്ലോകം 13 മുതൽ 15 ബിനി അക്ക, 16 മുതൽ 18 ലത ദിവാകർ അക്ക, ചാൻഡിങ് ഗൈഡൻസ് ഗംഗ ആർ അക്ക, ശ്ലോകം 19 മുതൽ 21 വരെ റിപ്പീറ്റേഷൻ ചാൻഡിങ് ജയലക്ഷ്മി അക്ക, വിശദീകരണം രാജമ്മ അക്ക, ശ്ലോകം 22 മുതൽ 24 വരെ റിപ്പീറ്റേഷൻ ലാലി സുരേഷ് അക്ക, വിശദീകരണം ഗിരിജ ആർ അക്ക. ബാക്കപ്പ് ചാൻഡിങ്ങും എക്സ്പ്ലനേഷനും എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ജ്യോതി അക്കയാണ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഭഗവത്ഗീത അധ്യയന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകം ചൊല്ലുവാനായിട്ട് രമാക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അക്ക. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുക്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണ ഘോരമഖര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ. പാരാശര്യവജസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കരിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ
गायन्ति यं सामगाः ध्यानावस्थित तद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणा देवाय तस्मै नमः देवाय तस्मै नमः देवाय तस्मै नमः हरि ओम ഹരി ഓം അക്ക. റിപ്പീറ്റേഷൻ ചൊല്ലുവാനായിട്ട് 13 മുതൽ 15 വരെ ബിനി അക്ക. ഹരി ഓം. ഹരി ഓം. ഇദമദ്യമയാ ലബ്ധം ഇമം പ്രാപ്തേ മനോരഥം ഇദമസ്തീദമപി മേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതഃ ശത്രുർഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോപി ജനവാനസ്മി പുണ്യോസ്തി സദൃശോ മയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാന വിമോഹിതാ. ഹരി ഓം. ഹരി ഓം. 16 മുതൽ 18 വരെ ലതാ ദിവാകർ അക്ക. ഹരി ഓം അക്ക. ഹരി ഓം. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതഃ പ്രസക്ത കാമഭോഗേഷു വദന്തി നരകേഷു ച ആത്മസംഭാവിതസ്തബ്ധ ധനമാനമദാന്വിതഃ യജന്തെ നാമ യജ്ഞസ്തേ ദംഭേന വിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകഃ. ഹരി ഓം. ഹരി ഓം. ചാൻഡിങ് ഗൈഡൻസ് 19 മുതൽ 24 വരെ ചെയ്യാനായിട്ട് ഗംഗ ആർ അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. താനഹം ദ്വിഷദ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപമ്യാജസ ശ്രമശുഭാൻ ക്ഷിപാമ്യജ്ജസ്രമശുഭാന ആസുരിഷ്വേവ യോനിഷു താനഹം ദ്വിഷദ ക്രൂരാൻ സംസാരേഷു നരാധമാൻ താനഹം ദ്വിഷത് ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപമ്യാജസമ ശ്രമശുഭാൻ ആസുരിഷ്വേവ യോനിഷു ക്ഷിപാമ്യജ്ജസ്രമശുഭാ ആസുരീഷേവ യോനിഷു താനഹം ദ്വിഷദ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപമ്യാജശ്രമശുഭാൻ ആസുരിഷ്വേവ യോനിഷു താനഹം ദ്വിഷദ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജ്ജസ്രമശുഭാന സുരീഷേവ യോനിഷു ആസുരിം യോനിമാപന്ന ആസുരിം യോനിമാപന്ന മൂഢജന്മനി ജന്മനി മൂഢജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയ മാമപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം തതോ യാന്ത്യതമാം ഗതിം ആസുരിം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി
आसुरीं योनिमापन्ना मूढा जन्मनि जन्मनि मामप्राप्यैव कौन्तेय ततो यान्त्यधमां गतिम् मामप्राप्यव कौन्तेय ततो यान्त्यधमां गतिम् आसुरीं योनिमापन्ना मूढा जन्मनि जन्मनि मामप्राप्यैव कौन्तेय ततो यान्त्यधमां गतिम् आसुरीं योनिमापन्ना मूढा जन्मनि जन्मनि मामप्राप्यव कौन्तेय ततो यान्त्यधमां गति त्रिविधं नरकस्येदम् त्रिविधं नरकस्येदम् द्वारं नाशनमात्मनः द्वारं नाशनमात्मनः कामक्रोधस्तथा लोभा कामक्रोधस्तथा लोभा तस्मादेतत्रयं त्यजेत् तस्माग्रेदस्त्रयं त्यजेत् त्रिविधं नरकस्येदं द्वारं नाशनमात्मनः त्रिविधं नरकस्येदं द्वारं नाशनमात्मनः कामक्रोधस्तथा लोभा तस्मादेतत्रयं त्यजेत् कामक्रोधस्तथा लोभा तस्मातेतत्रयं त्यजेत् त्रिविधं नरकस्येदं द्वारं नाशनमात्मना कामक्रोधस्तथा लोभा तस्मादेतत्रयं त्यजेत् त्रिविधं नरकस्येदं द्वारं नाशनमात्मनः कामक्रोधस्तथा लोभः तस्मात्तेतत्रयं त्यजेत् ഹരി ഓം. വിശദീകരണത്തിനായി രാജാമ്മയ്ക്ക് ക്ഷണിക്കുന്നു. ഹരിയമ്മക്ക. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 16-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് ആദ്യം പറയുന്നത്. ഇവിടെ വായിച്ച് എല്ലാവരും സ്പഷ്ടമായിട്ട് വായിച്ച് കേട്ടു. ഞാൻ എളുപ്പം പറയാണ്, സമയം പോകുന്നുണ്ട്. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ശിവാമ്യ അജസ്രം അശുഭാൻ അസുരീഷേവ യോനിഷു. താൻ അഹം ഞാൻ, ദിശതഃ ദി എന്ന് പറഞ്ഞ 2, ദിശതഃ എന്നെയും ഭഗവാനെയും ഭഗവാന്റെ അംശമായിട്ട് ജനിച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ള അന്യരെയും ദേഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ചരാചരത്തെയും നമ്മൾ ദേഷത്തോടെ പ്രതികരിക്കുന്നുവോ അവരെ എന്താണ് പറഞ്ഞത്? ക്രൂരാൻ, ഹിംസാദികൾ ചെയ്യുവാനുള്ള കാഠിന്യം നിറഞ്ഞ മനസ്സുള്ളവരാണ് അവര്. ഹിംസ എന്ന് പറഞ്ഞാല് ഒരാളെ കൊല്ലുക എന്ന് മാത്രമല്ല, എന്താണ്, നമ്മളെ വാക്കുകൾ കൊണ്ടുപോലും യമ നിയമത്തിൽ പറയുന്നുണ്ട് ഹിംസയുടെ അർത്ഥം. വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കുന്നത് ഹിംസയാണ്. അപ്പൊ അങ്ങനെ നേരിട്ട് കൊല്ലുകയോ മനുഷ്യനെ ആത്മാവിനെ ഇല്ലാതാക്കുകയോ അതുമാത്രമല്ല വേദനിപ്പിക്കുക, അങ്ങനെയുള്ള ഹിംസകൾ ചെയ്യാനുള്ള കഠിന മനസ്സ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം. എങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാം, അങ്ങനെ ഉള്ളവരെയും. അശുഭാൻ, അതുപോലെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവര്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പാപം. അതുകൂടാതെ വേറെ പല പാപങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവരെയും. സംസാരേഷു, ഈ സംസാരത്തില് ജനനം മരണം സുഖം ദുഃഖം എന്ന ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംസാര സാഗരത്തില് ആസുരീഷു, അസുര സമ്പത്തോടു കൂടിയ, യോനീഷു ഏവ, അങ്ങനെയുള്ളവരെ, ഈ പാപികളെ, ഹിംസയിൽ താല്പര്യമുള്ളവരെ, എന്നെയും അതുപോലെ എന്റെ അംശമായ ചരാചരങ്ങളെയും
എല്ലാം വെറുക്കുകയും ദേഷിക്കുകയും ചെയ്യുന്നവരെ എല്ലാം ഞാൻ എന്തു ചെയ്യും? അവരുടെ അവസാനം അവരുടെ ആത്മാവ് ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ആസുര സമ്പത്തോടു കൂടിയ അവരെ, 3 ഗുണങ്ങളാണ് സത്വരജ തമോ ഗുണങ്ങൾ. ആസുരീക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനെന്നും എന്റേതെന്നും എന്റെ കുടുംബമെന്നും എന്റെ സുഖത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തികളെയാണ് ആസുരീയ സ്വഭാവമുള്ളവരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ ഞാൻ എന്ത് ചെയ്യുന്നു? യോനീഷു ഏവ, ജന്മസ്ഥാനങ്ങളിൽ. എങ്ങനത്തെ ജന്മസ്ഥാനങ്ങളില്? ഇതുപോലെയുള്ള ആസുരീയ സ്വഭാവം വളർത്താൻ പറ്റിയ അതുപോലെയുള്ള അസുര യോനിയിൽ തന്നെ ഞാൻ വലിച്ചെറിയുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഇഷ്ടമില്ലാത്ത വസ്തുവിനെ നമ്മുടെ വീട്ടില് ഇപ്പൊ ഒരു ഇഴഞ്ഞു വരുന്ന ഒരു അട്ടയായിക്കോട്ടെ, നമ്മളതിനെ കണ്ണുമടച്ചുകൊണ്ട് കുത്തി എങ്ങോട്ടേലും വലിച്ചെറിയോ, അതെവിടെ പോകുന്നു എന്ന് നമുക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇതുപോലെയുള്ള വൃത്തികെട്ട അട്ടകളെ പോലെയുള്ള ആസുരീയ സ്വഭാവമുള്ള ഇവരെ ഞാൻ അടുത്ത ജന്മത്തിലേക്ക് എങ്ങനെ ആസുരീയ സ്വഭാവമുള്ള യോനികളിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഈ ഒരു അധ്യായം തന്നെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഞാൻ പറയുന്നത് ഗീത പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇതാണ്. അതും ചെറുപ്പത്തിലേ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ആസുരീയ സ്വഭാവം, അതിന്റെ ഭവിഷ്യത്ത് എന്താണ്, സാത്വിക സ്വഭാവത്തിന്റെ ഗുണം എന്താണ്, അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളിന് നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ നമ്മളിപ്പോ ഇത് വയസ്സാം കാലത്താണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങിയതുകൊണ്ട് കതിരുമ്മയെ കൊണ്ട് വളം വെക്കാം എന്ന് പറഞ്ഞതുപോലെ ആണ്. എങ്കിലും അവസാന സമയത്തെങ്കിലും നമുക്ക് കുറെ ബോധമുണ്ടാകുകയും ആ വലിച്ചെറിയലിന്റെ ശക്തി ഭഗവാൻ നമ്മളിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഫലം, നല്ല സമർത്ഥരായ മനുഷ്യരാണ് എങ്കിൽ പോലും അവരെ എന്ത് ചെയ്യണം? ഈ സ്വഭാവം കാരണം അവരെ അസുരയോനികളിൽ ചെന്ന് ജനിക്കുകയും അല്ലെങ്കിൽ വ്യാഘ്രാതി ഹിംസ്ര ജന്തുക്കളായിട്ട് ജനിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പം മൃഗങ്ങളെ അല്ലെ, അവിടെ ഇതല്ല പ്രാധാന്യം. നമ്മൾ എങ്ങനെ സാത്വികരാകാം, നമ്മുടെ ആസുരീയത എങ്ങനെ കുറയ്ക്കാം, നമ്മുടെ ആസുരീയതകൾ കൂടിയാൽ നമ്മുടെ ജന്മജന്മാന്തരം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി കൂട്ടിയാണ് ഭഗവാൻ അർജുനനോടായിട്ട് നമ്മളോട് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരദ്രോഹം ചെയ്ത് ഹൃദയത്തില് ഈ സംസ്കാരത്തെ മാത്രം വളർത്തിക്കൊണ്ട് ഇവിടുന്ന് വിട്ടുപോകുന്ന ഒരാളിന് എങ്ങനെ ദൈവസമ്പത്ത് ലഭിക്കും? ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ ലഭിക്കും? ഇല്ല, ഒരിക്കലും ലഭിക്കത്തില്ല. അവര് എന്നും ബന്ധനസ്ഥരായിക്കൊണ്ട് ബന്ധങ്ങളിൽ മുറുകിക്കൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും മോശമായ ആസുരീയ സ്വഭാവത്തിലേക്ക് ജന്മനി ജനിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് സാരം. അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. ആസുരീം യോനീം ആപന്ന മൂഢാ ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി. വീണ്ടും അത് തന്നെയാണ് എടുത്തു പറയുന്നത്. അല്ലയോ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, മൂഢഃ, ദേഹാത്മബുദ്ധികൾ, ഞാൻ ദേഹമാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഞാനെന്ന ഭാവം ഇതുമെല്ലാമുള്ള മൂഢന്മാരായ ആൾക്കാര് ആസുരീം യോനിയും, ആസുര സമ്പത്തോടുകൂടിയ ജന്മത്തെ ആപന്നഹ, പ്രാപ്തരായിട്ട്. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള ഞാനെന്നും എന്റേതെന്നുമുള്ള അഹമുള്ള അതുപോലെയുള്ള മോശമായ ഹിംസ സ്വഭാവമുള്ള പാപികൾ ആപന്ന എവിടെ പ്രാപിക്കുന്നു? ആസുര സമ്പത്തോടുകൂടിയ ഗർഭപാത്രത്തെ പ്രാപിക്കുന്നു, ജന്മത്തെ പ്രാപിക്കുന്നു. ജന്മനി ഓരോ ജന്മം കഴിയുന്തോറും നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം കൂടുന്നതിനനുസരിച്ച് വീണ്ടും മോശമായ ജന്മത്തിലേക്ക് പോകുന്നു. അപ്പം നാരായണീയത്തിലെ മേൽപ്പത്തൂർ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മമാണ്. അതുകൊണ്ട് ഈ കിട്ടിയ ജന്മം എനിക്ക് പൂർണ്ണമായിട്ടും ഭഗവാനെ അറിയാൻ സാധിക്കണം
എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ ജന്മം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ ഭോഗസുഖങ്ങളുടെ പിന്നാലെ പോയിട്ട് എന്താണ് നമ്മൾ പാപികളായി തീരുകയും ആ കിട്ടിയ ജന്മത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെയുള്ള ക്രൂര മൃഗങ്ങളും കൃമികളും ഒക്കെയായിട്ട് ജനിക്കാനുള്ള അവസരം നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു. ഇതിന് ഭഗവാൻ എറിയുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇതിന് യാതൊരു കയ്യുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചേ മതിയാവുള്ളൂ. അതിന് ഭഗവാനല്ല ഇതിന്റെ കാരണക്കാര്. നമുക്ക് എന്ത് സംഭവിക്കുന്നുവോ അതെല്ലാം നമ്മളുടെ തന്നെ കർമ്മത്തിന്റെ ഫലമാണ്. ജന്മനി ഓരോ ജന്മവും മോശമായ യോനികളിൽ അല്ലെങ്കിൽ ആസുരീയ സ്വഭാവത്തോടു കൂടി ജനിക്കുകയും മാം അപ്രാപ്യവ എന്നെ അവർക്ക് ഒരിക്കലും പ്രാപിക്കാനേ കഴിയുന്നില്ല. ഈശ്വരീയമായ സാത്വികമായ ഈശ്വര ചിന്തയില്ലാതെ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന ഒരാളിന് ഒരിക്കലും ഈശ്വരനെ പ്രാപിക്കാൻ കഴിയില്ല. ഭഗവാൻ പറയുന്നതാണ് അനന്യാ ചിന്തയന്തോ മാം യേ ജനപരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യകം എന്ന് ഭഗവാൻ അവസാനം പറയുന്നുണ്ട്. എന്നെ മാത്രം ആശ്രയിച്ച് എന്നെ മാത്രം ജപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കണ്ട, നമ്മൾ കർമ്മം ചെയ്യണ്ട എന്നല്ല. നമ്മൾ കർമ്മം ചെയ്യണം, ഒപ്പം തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ കർമ്മം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ അവരെ എല്ലാം സംരക്ഷിക്കും, എന്നിൽ പ്രാപിക്കാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്കതല്ല. ഞാനാണ് എല്ലാം. എന്താണ് ഹിരണ്യാക്ഷന്റെ ഒക്കെ കഥ പറഞ്ഞതുപോലെ എന്നെ ഭജിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിലെ നമ്മുടെ കൂട്ടത്തിലെല്ലാം ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഞാൻ സംതിങ് ആണ്, എന്നെ അനുസരിക്കണം, ഞാൻ പറയുന്നതെല്ലാം അതേപോലെ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് നമ്മുടെ എല്ലാം കൂട്ടത്തിലുണ്ട്. അവര് എന്തെല്ലാം ഗീത കൊണ്ട് നടന്നാലും നാരായണീയം കൊണ്ട് നടന്നാലും ഭാഗവതം കൊണ്ട് നടന്നാലും എന്തുകൊണ്ട് നടന്നാലും ഈശ്വരന്റെ മുമ്പിൽ മറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ അഹത്തെ മറയ്ക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് വളരെ നല്ലത്. അത് ഭഗവാൻ ഇവിടെ എടുത്തു ഗീതയിൽ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം. നമ്മുടെ ബാഹ്യമായ പ്രകടനം ഒന്നുമല്ല ഈശ്വരനോടുള്ള സ്നേഹം. അകമഴിഞ്ഞ സാത്വികയും ഭക്തിയും കാരുണ്യവും ദയയും സ്നേഹവുമാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് ഭക്തി എന്ന് ഇവിടെ എടുത്ത് ഭഗവാൻ വീണ്ടും പറയുന്നു. അടുത്തത് 3-ാമത്തെ ശ്ലോകമായി 21-ാമത്തെ ശ്ലോകം. ഇനിയും അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ത്രിവിധം നരകസ്യ ഇദം ദ്വാരം നാശന ആത്മന കാമഹ ക്രോധസ്ഥതാ ലോഭ തസ്മാത് ഏതത്രയം ത്യജേത്. എന്താണ് 3 തരത്തിലുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. അല്ലാതെയുള്ള വാതിലുകളും ഹൈവേ ഒക്കെ നല്ലതും കിടപ്പുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ 3 തരത്തിലുള്ള വാതിൽ ഏതൊക്കെയാണ്? കാമ ക്രോധ ലോഭ. കാമവും ക്രോധവും ലോഭവും എന്ന 3 വഴികൾ, വാതിലുകൾ. ദ്വാരം എന്ന് പറഞ്ഞാൽ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. അപ്രകാരം ആത്മനാനാശം, ആത്മാവിന്റെ നാശത്തെ ചെയ്യുന്നവർ, നമ്മൾ മേളിൽ പറഞ്ഞതുപോലെ പാപികൾ, അഹിംസ ചെയ്യുന്നവര്, ഈശ്വര നിന്ദ ചെയ്യുന്നവര്, കാരുണ്യമില്ലാത്തവര്, ദയയില്ലാത്തവര്, ഇവരെല്ലാം എന്താണ് അങ്ങനെ ആത്മനാശം വന്നവര് ത്രിവിധമിതം. ഇങ്ങനെ 3 തരത്തിലുള്ള എന്താണ് വാതിലുകളിലൂടെ പ്രവേശിച്ചിട്ട് നരകസ്യ ദ്വാരം, നരകത്തിന്റെ ഒരു എല്ലാം 3 കൂടെ ചെന്ന് ചേർന്നിട്ട് ആസ് എ ഹോൾ ഒരു വലിയ ഒരു പാതയുണ്ട്. ആ പാതയിലോട്ട് ചെല്ലുമ്പോ 3 കൂട്ടരും ഒന്നിച്ചവിടെ എത്തിച്ചേരും. ആ 3 കൂട്ടരും അവിടെ ചെന്ന് യോജിക്കും. എന്ന് പറഞ്ഞാൽ ഏതേലും ഒന്ന് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് നരകത്തിന്റെ വാതിലിലാണ്. നരകം എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അന്നു തന്നെ ഈ നരകം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് തന്നെ ആ നരകം അനുഭവിക്കുന്നു. നാളെ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പോലും ഇല്ലാത്ത കമ്പ്യൂട്ടർ ലെവലിൽ നരകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ അനുഭവിക്കും. ആ 3 വാതിലുകളോട് ചെന്നാൽ
എല്ലാവരും നരകമെന്ന ഒരു വാതിലിലേക്ക് ചെന്നിട്ട് തസ്മാത് അതുകൊണ്ട് ഏതത്രയം ത്യജേത് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അല്ലയോ അർജുന, അല്ലയോ ശ്രോതാക്കളായ ഗീതാപ്രിയരെ, ഭഗവാൻ പറയുന്നു നിങ്ങൾ ഈ 3 വാതിലുകളിലേക്കും കടക്കാതിരിക്കുക. ഈ 3 വാതിൽ എന്ന് പറഞ്ഞാൽ കാമം എന്ന് പറഞ്ഞാൽ വലിയ ആപത്തുള്ള ഏറ്റവും വലിയ നരകത്തിലേക്കുള്ള ഒരു വാതിലാണ്. ആഗ്രഹങ്ങൾ, കാമം, എന്തും നമുക്ക് സാധിക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ നമ്മള് 2-ാമത്തെ അധ്യായത്തിലെ 62-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ. നമുക്ക് എന്തിനേലും കുറിച്ച് ഒരാഗ്രഹം ഉണ്ടായാൽ അതിനെക്കുറിച്ച് മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും അതിൽ സംഘം വർദ്ധിക്കുകയും ആ സംഘത്തിൽ സാധിക്കാതിരിക്കുമ്പോൾ ക്രോധമുണ്ടാകുകയും അതോടുകൂടി നമ്മുടെ മനസ്സ് വിഭ്രാന്തിയിലാകുകയും നമ്മുടെ നാശം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ കാമം എന്ന വികാരം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് അതിക്രമവും ചെയ്യുകയും നമ്മൾ പാപികളായി തീരുകയും അങ്ങനെ ഒരു ദ്വാരം നമ്മളെ തുറന്നു കിട്ടും. അടുത്തത് കാമ, ക്രോധം. അതുപോലെ തന്നെ തുലനത്തിൽ നിൽക്കുന്ന ഒരു വാതിലാണ് ക്രോധം. നമുക്ക് അനങ്ങുന്നതിനെല്ലാം ക്ഷോഭം, മറ്റുള്ളവരോട് ഓവർ ആയിട്ട് നമ്മൾ ക്രോധം കാണിക്കുക, ഇതൊക്കെ കാണാനും കേൾക്കാനും ഒന്നും നമുക്ക് മറ്റുള്ളവർക്ക് അവകാശമില്ല, അതിനുള്ള അർഹതയുമില്ല. നമ്മൾ ആരെയും ക്രോധിക്കാനും ഇതൊന്നും പറയാനൊന്നും നമുക്ക് അർഹതയില്ല. നമ്മളെ പോലെ തന്നെ വ്യക്തിത്വമുള്ള വ്യക്തികളാണ് അവരൊക്കെ. അവരോട് നമ്മൾ എങ്ങനെ മാന്യമായി പെരുമാറുന്നോ അതുപോലെ അവര് നമ്മളോട് പെരുമാറുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ക്രോധം നമ്മൾ വർദ്ധിക്കും തോറും നമുക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മാനസികമായ ശാന്തി ഇല്ലാതെ വരികയും ഉറക്കമില്ലാതെ വരികയും എപ്പോഴും മനസ്സ് അസ്വസ്ഥതയായിക്കൊണ്ട് ഒരുതരം വിഭ്രാന്തരായിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇരിക്കുന്ന അനക്കി ഇങ്ങനെ വിഭ്രാന്തിയോടെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഈ ക്രോധത്തിൽ നിന്ന് നമുക്കുണ്ടാകും. നെഗറ്റീവ് എനർജി, രോഗം, BP കൂടുന്നു, ഹാർട്ട് പ്രശ്നം ഉണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്ന ഒരു ദ്വാരം, ഒരു വാതിൽ, നരകവാതിൽ ആണ് 2-ാമത്തേത്. അടുത്തതാണ് ലോഭം. നമുക്ക് എന്തെല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യത്തിൽ കഴിഞ്ഞ് പലതുമുണ്ട്. നമ്മുടെ മുറ്റത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ഇല്ല, മരുന്ന് കഴിക്കാൻ ഒരു നേരത്തെ ഇല്ല. എന്നാലും എനിക്ക് കളയുന്ന ഭക്ഷണമാണെങ്കിൽ പോലും ഞാനത് അവർക്ക് കൊടുക്കില്ല. അത്രയ്ക്ക് ദുഷ്ടത കാണിക്കുന്ന ഒരു സമൂഹം. ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കുള്ളതാണ്, മറ്റുള്ളവർക്കുള്ളതല്ല. അവൻ എന്തും അനുഭവിച്ചോട്ടെ, അവന്റെ വിഷമത്തിൽ എനിക്ക് പങ്കാളിത്തമില്ല എന്ന ആ ക്രൂരമായ മനസ്സോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. ഈ 3 കൂട്ടരും ഇതെല്ലാം നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ സ്വഭാവങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കാൻ ഉള്ള ഒരു ഉപാധിയാണ് ഈ ഗീതാ പഠനം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ. അപ്പൊ ഇതുപോലെ കേൾക്കുക, ശ്രവണത്തിൽ കൂടിയും പരസ്പരം ചർച്ചയിൽ കൂടെയും വായനയിൽ കൂടെയും ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് കുറെ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഞാൻ ഈ കഥാപാത്രമാണോ? എന്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പോകുന്ന വഴി ഏതാണ്? നരകത്തിലേക്കാണോ അതോ ഈശ്വര സന്നിധിയിലേക്കാണോ ഞാൻ എത്തുക എന്ന് സ്വയം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ നരകത്തിന്റെ 3 വാതിലിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നവർ എന്ന് നമുക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അല്ലാതെ ഇതൊരു ചടങ്ങായിട്ട് അല്ലാതെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഉള്ളിലെ ആസുരീയതകളെ കുറച്ചിട്ട് നമ്മൾ എന്താണ് സാത്വികമായ ഈശ്വര വിശ്വാസത്തോടെ ഞാനും ഈശ്വരൻ ഇതം സർവം ഈശാവാസ്യം എന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം ഈശ്വരമയമാണ്, ഞാനും ഈശ്വരമയമാണ്, ഞാൻ കാണുന്നതും ഈശ്വരമയമാണ്, എന്നോട് സംസാരിക്കുന്നവരും ഈശ്വരമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരുണയോടുകൂടി പെരുമാറാനും സ്നേഹിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ഈശ്വരനെ പ്രാപിക്കാം എന്നുള്ളതിന് ഉറപ്പാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഹരിയോ സമയമായി
ഹരിയോ എന്നാ വളരെ കഴിഞ്ഞ നല്ലൊരു ക്ലാ- വിശദീകരണമാണ്. എത്ര കേട്ടിരുന്നാലും മതിയാവില്ല, പക്ഷെ നമുക്ക് എനിക്ക് സമയവും അവസരം ക്ഷയമാണ്. എനിക്ക് അവസരം ഹരിയോ തന്ന ഈ പ്രസ്ഥാനത്തിന് ഞാൻ നന്ദി പറയുന്നു. സമയമുണ്ടെങ്കിൽ ഹരിയോ ഇഷ്ടം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോറി. ഹരിയോം. ഹരിയോ അക്ക, വളരെ നല്ലൊരു വിശദീകരണം തന്നതിന് നന്ദി. അടുത്തതായിട്ട് 22, 23, 24 ശ്ലോകം ഗൈഡൻസ് ഗംഗ ആറക്ക, റിപ്പീറ്റേഷൻ ലാലി സുരേഷ് അക്ക, വിശദീകരണം ഗിരിജ രാജേന്ദ്രൻ അക്ക. ഹരിയോ അക്ക. हरि ओम्। एतैर्विमुक्त कौन्तेया एतैर्विमुक्ता कौन्तेया तमोद्वारैस्त्रिभिर्नरा तमोद्वारैस्त्रिभिर्नरः आचार्यत्यात्मनः श्रेया आचारत्यात्मनः श्रेया ततो याति पराङ्गतिम्। ततो याति पराङ्गतिम्। एतैर्विमुक्त कौन्तेया तमोद्वारैस्त्रिभिर्नरः एतैर्विमुक्ता कौन्तेया तमोद्वारैस्त्रिभिर्नरः आचार्यत्तात्मनः श्रेया ततो याति परां गतिम्। आचारत्यात्मनः श्रेया ततो याति पराङ्गतिम्। एतैर्विमुक्त कौन्तेया तमोद्वारैस्त्रिभिर्नरः आचरत्यात्मनः श्रेया ततो याति परां गतिम्। एतैर्विमुक्ता कौन्तेया तमोद्वारैस्त्रिभिर्नरः आचरत्यात्मना श्रेया ततो याति पराङ्गतिम्। यशास्त्रविधिमुत्सृज्य यः शास्त्रविधिम् उत्सृज्य वर्तते कामकारतः वर्तते कामकारतः न स सिद्धिमवाप्नोति न स सिद्धिम् अवाप्नोति न सुखं न परां गतिम्। न सुखं न पराङ्गतिम्। यशास्त्रविधिमुत्सृज्य वर्तते कामकारतः यः शास्त्रविधिम् उत्सृज्य वर्तते कामकारतः न स सिद्धिमवाप्नोति न सुखं न परां गतिम्। न स सिद्धिमवाप्नोति न सुखं न पराङ्गतिम्। यशास्त्रविधिमुत्सृज्य वर्तते कामकारतः न स सिद्धिमवाप्नोति न सुखं न परां गतिम्। यः शास्त्रविधिम् उत्सृज्य वर्तते कामकारतः न स सिद्धिमवाप्नोति न सुखं न पराङ्गतिम्। तस्मात् शास्त्रं प्रमाणं ते तस्मात् शास्त्रं प्रमाणं ते कार्याकार्यव्यवस्थितौ कार्याकार्यव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि। कर्म कर्तुमिहार्हसि। तस्मात् शास्त्रं प्रमाणं ते कार्याकार्यव्यवस्थितौ तस्मात् शास्त्रं प्रमाणं ते कार्याकार्यव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि। ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि। तस्मात् शास्त्रं प्रमाणं ते कार्याव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि। तस्मात् शास्त्रं प्रमाणं ते कार्याकार्यव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि।
तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे दैवासुरसम्पद्विभागयोगो नाम षोडशोऽध्यायः। इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे दैवासुरसम्पद्विभागयोगो नाम षोडशोऽध्यायः। ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 22ാമത്തെ ശ്ലോകത്തിന്റെ അന്വയം നമുക്ക് നോക്കാം. ശ്ലോകം ഒന്ന് വായിക്കാം. ഏതൈർവിമുക്ത കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനരഃ ആചരത്യാത്മനഃ ശ്രേയഃ തതോ യാതി പരാം ഗതിം. കൗന്ദേയ ഏതൈഹി ത്രിഭിഹി, അർജുന ഈ 3 തമോദ്വാരൈഹി വിമുക്തഃ നരകവാതിലുകളെയും ഉപേക്ഷിച്ച നരഹ മനുഷ്യൻ ആത്മനഃ ശ്രേയഃ ആചരതി ആത്മശ്രേയസിനുള്ള സാധനകൾ ചെയ്യുന്നു. തതഃ പരാം ഗതിം യാതി അതുവഴി പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കാം. ഭഗവാൻ നരകത്തിലേക്കുള്ള വാതിലുകളായ കാമ ക്രോധ ലോഭത്തെ തിരസ്കരിക്കുവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ഇവ 3 ഉപേക്ഷിച്ചാൽ സാധകന് ശ്രേയസ് ലഭിക്കുമെന്ന് ഭഗവാൻ ഉറപ്പു നൽകുന്നു. അതുമൂലം പരമമായ പദത്തിലേക്കുള്ള മാർഗം സാധകന് സുഗമമാകുന്നു. ശ്രേയസ് എന്നാൽ വ്യക്തിക്കും സമൂഹത്തിനും ഒരേപോലെ ഗുണം ലഭിക്കുന്ന അവസ്ഥയാണ്. വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണം സമൂഹത്തിനും കൂടി ലഭിക്കുമ്പോഴേ ആത്മീയ ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ. കാമം ഉപേക്ഷിക്കുക എന്നതിന്റെ അർത്ഥം സ്വാർത്ഥപരമായി വ്യക്തിയിൽ അധിഷ്ഠിതമായ കാമം ഉപേക്ഷിക്കുക എന്നതാണ്. കൂടി പറയാം. കാമം ഉപേക്ഷിക്കുക എന്നതിനർത്ഥം സ്വാർത്ഥപരമായി വ്യക്തിയിൽ അധിഷ്ഠിതമായ കാമം ഉപേക്ഷിക്കുക എന്നതാണ്. പുരുഷാർത്ഥത്തിലെ കാമം മനുഷ്യന് അനുഭവിക്കാനുള്ളതാണ്. പക്ഷേ അത് ധർമ്മത്തിലൂടെ നേടണം. ധർമ്മത്തിലൂടെ അർത്ഥവും കാമവും നേടി മോക്ഷത്തെ പ്രാപിക്കുക എന്നതാണ് സനാതന ധർമ്മത്തിലെ പരമപുരുഷാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ ഇവിടെ ഒരു കൃതി, ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു കൃതി, ഇത് കർണാടക സംഗീതത്തിലെ ഒരു 2 വരി. പരമപുരുഷ ജഗദീശ്വര ജയ ജയ പങ്കജനാഭമുരാരേ പരമപുരുഷ ജഗദീശ്വര. അങ്ങനെ ജഗദീശ്വരനെ പരമപുരുഷനായിട്ട് നമ്മള് പരമപുരുഷാർത്ഥം അല്ലെ, സനാതന ധർമ്മത്തിലെ പരമപുരുഷാർത്ഥം ഈശ്വരനെ, ജഗദീശ്വരനെ വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 23ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യഹ് ശാസ്ത്രവിധി മുസ്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. നോക്കാം. യഹ് ശാസ്ത്രവിധിയും ഉത്സൃജ്യ, ആരാണോ ശാസ്ത്രവിധിയെ മാനിക്കാതെ കാമകാരതഃ വർത്തതേ തന്നിഷ്ടം പോലെ നടക്കുന്നത്, സ സിദ്ധിം ന ആപ്നോതി ആ വ്യക്തി ജീവിത സാഫല്യം നേടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സുഖം ന പരാംഗതിം ന, സുഖവും പരമഗതിയും നേടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. വളരെ
പ്രധാനപ്പെട്ട ഉപദേശം നൽകിയാണ് ശ്രദ്ധേയമായ ഈ അധ്യായം ഭഗവാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ തയ്യാറാവും. ആരാണോ ശാസ്ത്രവിധി അനുസരിക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നത്, ആ വ്യക്തി ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം സഫലമാകുന്നില്ല. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് മനഃശാന്തിയോ മരണശേഷം പരമമായ ഗതിയോ അവന് ലഭിക്കുന്നില്ല എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ പ്രസ്തുത ഉപദേശം ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്കും ആധ്യാത്മിക ശാസ്ത്രജ്ഞന്മാർക്കും ഒരുപോലെ ബാധകമാണ്. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തുമ്പോൾ ശാസ്ത്രവിധി അനുസരിച്ചുകൊണ്ട് തന്നെ നടത്തേണ്ടതാണ്. വിനാശകാരിയായ ബോംബുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ മാനവ വംശത്തിന്റെ നിലനിൽപ്പിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. മാനവിക ശാസ്ത്രം പഠിക്കാത്ത ഭൗതിക ശാസ്ത്രജ്ഞന്മാർ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഭഗവാൻ ഉപദേശിച്ചതുപോലെ ശാസ്ത്രവിധിക്ക് അനുസരിച്ചാണോ എന്ന് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലോകത്തിലെ മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തകന്മാർക്കുണ്ട്. കാലിനടിയിൽ നടത്തുന്ന അണുബോംബ് പരീക്ഷണം പാരിസ്ഥിതികമായ പ്രശ്നം ഭൂമിയിൽ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പാരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാരാണ്. അവർ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും ശാസ്ത്രവിധിക്ക് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ ഭഗവാൻ നിർബന്ധിക്കുന്നു. ക്ഷേത്ര പരിപാലനം നടത്തുന്നവർ ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ ആചാരാനുഷ്ഠാനങ്ങൾ, ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കർശനമായി പാലിക്കുന്നവരായിരിക്കണം. ക്ഷേത്രം തന്ത്രി, പൂജാരി, പരിചാരകന്മാർ, ക്ഷേത്ര പരിപാലന സമിതി അംഗങ്ങൾ, ഊരാളന്മാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം വകുപ്പ് മന്ത്രി, ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തന്മാർ മുതലായവർ ആചാരാനുഷ്ഠാനങ്ങൾ ശാസ്ത്രവിധി അനുസരിച്ച് കർശനമായി പ്രവർത്തിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. ശാസ്ത്രവിധിയെ മാനിക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് ജീവിത സാഫല്യമോ സുഖമോ ആത്മസാക്ഷാത്കാരമോ ലഭിക്കുകയില്ല എന്നതാണ് നമ്മുടെ ഈ പ്രസ്തുത ശ്ലോകം കൊണ്ട് മനസ്സിലാക്കാവുന്നത്. അടുത്തത് നമുക്ക് 24-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വിവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. തസ്മാത് തേ, അതുകൊണ്ട് നിനക്ക്, കാര്യാകാര്യ വ്യവസ്ഥിതൗ, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുന്നതിന്, ശാസ്ത്രം പ്രമാണം, ശാസ്ത്രമാണ് പ്രമാണം, ശാസ്ത്രവിധാനോക്തം, ശാസ്ത്രസമ്മതമായ, കർമ്മ ജ്ഞാത്വാ, കർമ്മം ഏതാണെന്നറിഞ്ഞ്, ഇഹ കർത്തും അർഹസി, ഇഹ കർത്തും അർഹസി, ഇവിടെ നീ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ നമ്മളെ ഉപദേശിച്ചു തരികയാണ്. മനുഷ്യൻ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന കാര്യം ഭഗവാൻ വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. നിത്യ നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞ കർത്തവ്യ കർമ്മം ഏതാണെന്ന് ശാസ്ത്രങ്ങൾ വഴിയും ആചാര്യന്മാർ വഴിയും ശരിയായി മനസ്സിലാക്കി കർമ്മം ചെയ്യണമെന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ് ചെയ്യുന്നത്. നിയതം കുരു കർമ്മത്വം, നിർദ്ദേശിക്കപ്പെട്ട കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞതാണ്. ആര് ചെയ്താലും കർമ്മം ശാസ്ത്രസമ്മതമായിരിക്കണം. വിവാഹ മണ്ഡപത്തിൽ നിന്ന് ചില കർമ്മികൾ അവരുടെ ഇഷ്ടപ്രകാരം വിവാഹ ചടങ്ങുകൾ നടത്തുന്നത് കാണാം. വധൂവരന്മാർക്ക് ആ സന്ദർഭത്തിൽ കർമ്മി എന്തു പറഞ്ഞാലും അനുസരിക്കുകയേ നിർവാഹമുള്ളൂ. കർമ്മികളോട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ അതിന് തൃപ്തികരമായ മറുപടി നൽകില്ല. പ്രമാണങ്ങൾ ഉദ്ധരിക്കുവാനും അവർക്ക് സാധിക്കുന്നില്ല. ശാസ്ത്രാനുസൃതമല്ലാത്ത ഒരു കർമ്മവും ഭൗതികമായാലും
ആത്മീയമായാലും ചെയ്യരുത് എന്ന് തന്നെയാണ് ഭഗവാൻ നമ്മളെ അനുശാസിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗത്തിലെ ചുരുക്കം പറഞ്ഞാൽ, സംക്ഷിപ്ത രൂപം പറഞ്ഞാൽ, ദൈവീ സമ്പത്ത് മോക്ഷത്തിനും ആസുരീ സമ്പത്ത് ബന്ധത്തിനും കാരണമാകുന്നു. ദുഃഖിക്കരുത്, അതായത് മാ ശുച എന്നാണ് ഗീതയുടെ പ്രധാന സന്ദേശം. മനുഷ്യരിൽ ദൈവ മനുഷ്യരും ആസുര മനുഷ്യരുമുണ്ട്. ദൈവീ സമ്പത്തുള്ളവരെ സത്വഗുണ പ്രധാനന്മാർ ദൈവ മനുഷ്യരെന്ന് പറയുന്നു. അതായത് അവരെ സത്വഗുണ പ്രധാനന്മാർ എന്ന് പറയുന്നു. ആസുരീ സമ്പത്തുകാർ ഈശ്വര നിഷേധികളും കാമാസക്തരും പൊങ്ങച്ചം പറയുന്നവരുമാണ്. ശാസ്ത്രസമ്മതമായ കർമ്മങ്ങൾ മാത്രമേ ആരും ചെയ്യുവാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ഭാഗത്ത് വളരെ വ്യക്തമായ രീതിയിൽ ഭഗവാൻ നമുക്ക് സാത്വിക ഗുണം, സാത്വികരാവാനുള്ള നിർദ്ദേശങ്ങൾ കർക്കശമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സത്വഗുണ പ്രധാനന്മാരാവാനുള്ള രീതി നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിനു വേണ്ടി എനിക്ക് ഈ നമ്മുടെ സമിതിയിൽ അവസരം തന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് എന്നെ ശ്രവിച്ച നല്ലവരായിട്ടുള്ള യോഗ ബന്ധുക്കളെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഹരിയോം അക്ക. ഹരിയോം ജ്യോതി അക്ക. ഹരിയോം ഹരിയോം. നമുക്ക് ദേവാസുര സമ്പദ് വിഭാഗ യോഗത്തിന്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. ഇത്രയും അധ്യായങ്ങൾ നമ്മൾ 15 അധ്യായങ്ങൾ കഴിഞ്ഞു, 16ാമത്തെ അധ്യായമാണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണത്. അപ്പോ ഇത്രയും അധ്യായങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ചുരുക്കി എഴുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, 16ാമത്തെ അധ്യായത്തിനെ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ രാത്രിക്ക് പകല് എന്ന പോലെ, സൂര്യന് ചന്ദ്രൻ എന്ന പോലെ, തണുപ്പിന് ചൂട് എന്ന പോലെ എന്തുണ്ട്, ദൈവികതയ്ക്ക് ആസുരികത ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അതായത് ഏതൊരു ശക്തിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കും. അത് അങ്ങനെയാണല്ലോ, അങ്ങനെ ഉണ്ടെങ്കിലല്ല അതിനൊരു ത്രില്ലുള്ളൂ അല്ലെ. എല്ലാവരും ഒരേപോലെ ദൈവികരായിട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് കോമ്പറ്റീഷൻ ആളില്ല. ആസുരികത വേണം അല്ലെ. ആസുരികത ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ദൈവികത തിരിച്ചറിയാനായിട്ട് പറ്റുക. അതല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുമോ? എല്ലാവരും ഒരേപോലെ സാത്വികരാണെന്ന് വെച്ചോളൂ, അതിൽ ഒരു വെറൈറ്റി ഇല്ല അല്ലെ. നമ്മുടെ സാത്വികരാണെന്ന് നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റണത്? നമുക്ക് ആസുരികത ഉള്ളതുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഭഗവാൻ പറയാണ് എന്താണ് ദൈവികത, എന്താണ് ആസുരികത. ഇത്രയും 15 അധ്യായങ്ങളിൽ അർജുനന് പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അർജുനോട് പറയാണ് ദൈവികത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ട് അർജുന, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അർജുനനോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളോട് ഓരോ മനുഷ്യരോടുമാണ് പറയുന്നത് ഭഗവാൻ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നോക്കൂ. ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നിഷ്ഠ, ദാനശീലം, ഇന്ദ്രിയ നിഗ്രഹം. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇന്ദ്രിയ നിഗ്രഹം, അതായത് കണ്ണുകൾ എപ്പോഴും കണ്ടത് പോരാ 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 എന്ന് പറയും അല്ലെ. ഇപ്പോ നമുക്ക് അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതു, അതിന്റെ അപ്പുറത്തെ അമ്പലത്തിൽ പോകാൻ തോന്നും. എന്ന പോലെ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞു അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ തോന്നും, ഒരു കൺട്രി കഴിഞ്ഞു അടുത്ത കൺട്രിയിലേക്ക് പോകാൻ തോന്നും. കണ്ണുകൾ അങ്ങനെയാണ്. മോഹം ഉണ്ടാക്കുക എന്നുള്ളത് കണ്ണുകളുടെ ഒരു ചുമതലയാണ്. അത് വേണ്ട, എനിക്ക് ഇതിൽ കണ്ടത് നമുക്ക് ഇവിടെ കണ്ടതിലും കൂടുതലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞു നിർത്താനുള്ള പ്രാപ്തി ആർക്ക് വേണം? നമുക്ക് വേണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ദൈവികത വേണം. ആസുരികത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പാലാഴിമതനെ അറിയാലേ, എന്താ അമൃത് വന്ന ഉടനെ അസുരന്മാര് തട്ടിയെടുത്ത് കൊണ്ടുപോവാണ്. ആ തട്ടിയെടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് ആസുരികത തന്നെയാണ്. ദൈവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ ടേൺ അനുസരിച്ച് എനിക്ക് കിട്ടും, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അത് ആവശ്യമുള്ള രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ദൈവികത എന്ന് പറയുന്നത്. അപ്പോ ആ ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ദൈവികത ഉണ്ടോ ആസുരികത ഉണ്ടോ. പലതും എല്ലാവരും ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൽ നിന്നുള്ള ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? അതാണ് ഒരു 90% ആൾക്കാരുടെയും
വിചാരം എനിക്കിതിൽ നിന്ന് എന്ത് പ്രയോജനം ഉണ്ടാവും, അതല്ല. ഒരിക്കലും നമ്മൾ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്തോളൂ, ഫലം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും എന്ത് ഫലം തരണമെന്ന് എനിക്കറിയാം. എനിക്ക് വേറെ ഒരു പണിയില്ല. എനിക്ക് ഇവിടെ ഇരുന്നത് ഒബ്സർവ് ചെയ്യലാണ് പണി. അപ്പോ ഓരോരുത്തരുടെ ലിസ്റ്റ്, പോർട്ട്ഫോളിയോ കറക്റ്റ് ആയിട്ട് മൂപ്പരുടെ കയ്യിലുണ്ട്. ഏതൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്ത് നീ ചെയ്യണു, എന്തിനു വേണ്ടി നീ ചെയ്യണു. നമ്മൾ പലരും വിചാരിക്കും ആരും അറിയണില്ല, ഞാൻ വലിയ സംഭവ അല്ല. നമ്മൾ ഒരു സംഭവമല്ല, നമ്മളെ ഒരു ഉപകരണം ആക്കിയിരിക്കണോ ഭഗവാൻ. ഇന്നിപ്പോ ഇവിടെ വന്നിരുന്നത് പറയൂ എന്നുള്ളത് ഭഗവാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണ്. അത് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇതിന് പകരം എനിക്കിതിന് ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഇവിടെ വേറൊരാൾ വന്നിരിക്കും, അല്ലെ? അല്ലാണ്ട് ഒരാള് ഒന്നും ചെയ്യണില്ല എന്ന് വെച്ച് ഈ ഭൂമിയിൽ എന്തെങ്കിലും നടക്കാതിരിക്കണുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മളിൽ അനുഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളെ നമ്മളുടെ കയ്യിൽ വന്നു ചേരൂ. അതാണ് സത്യം. അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കണ്ട. നീ അതിന് പ്രാപ്തനാണോ, ഇതിലും വലിയത് നിനക്ക് തരും. അതാണ് ഭഗവാന്റെ സ്വഭാവം. അതാണ് ദൈവികത എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ഈ ലോകത്ത് വേറൊരാളുമില്ല. നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഭർത്താവിനെ, മക്കളെ അടക്കം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് തോട്ട് നമുക്ക് വേണ്ടി വരും. നമുക്ക് വിശ്വസിക്കാൻ ഒരൊറ്റ ആരേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. ആ തത്വം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ഭഗവാൻ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ പറയുന്നുണ്ട്, സത്യദീക്ഷ, ക്രോധമില്ലായ്മ. ക്രോധമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ക്രോധം വരുന്നത്? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് ക്രോധം വരുന്നത്, അല്ലെ? അതല്ലാണ്ട് വേറെ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ക്രോധം വരുമോ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ക്രോധം വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ക്രോധം വരുന്നത്. അപ്പൊ നമ്മുടെ എന്തിനായി ഉദ്ദേശിക്കാൻ പോണത്, അല്ലെ? എന്ത് വന്നാലും അതിനെ സ്വീകരിക്കാൻ പ്രാപ്തമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരുമോ? വരില്ല. ഇത് ഭഗവാന്റെ ഇച്ഛയാണെങ്കിൽ ഇതങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടു നോക്കൂ. നമുക്ക് ഒരാളോട് വൈരാഗ്യം ഉണ്ടാവില്ല, ക്രോധം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. അതിന് ദൈവികമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെ വേണം. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്, എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഒരു ലജ്ജ ഉണ്ടാവണം. തെറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിരുന്ന മനസാക്ഷി നമ്മളോട് പറയും, ഇത് ചെയ്യണത് തെറ്റാണ് കേട്ടോ, ചെയ്യരുത്. കാരണം ഓരോ ജീവികളിലും എന്താണ്? ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അംശമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോസിറ്റീവ് തോട്ട്സ് വരിക തന്നെ ചെയ്യും. എത്ര വലിയ കള്ളനും കള്ളത്തരം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലിരുന്ന അവന്റെ മനസാക്ഷി പറയുന്നുണ്ട്, നീ ഇത് ചെയ്യണത് ശരിയല്ല. പക്ഷെ അവന്റെ ആസുരികത എടുത്തു പോവാണ്, അല്ല എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. അവിടെ ആ ദൈവികതയെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കള്ളത്തരം ചെയ്യുന്നത്. നമ്മൾ ഏതൊരാളും എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, തെറ്റ് ചെയ്യുന്നതിന് 100% അറിയാം അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. എന്നിട്ടും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ ചെയ്യണത് തെറ്റാണെന്നുള്ളത്. പക്ഷെ എന്റെ എന്തോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, ഞാൻ ഹൈലൈറ്റ് ആവാൻ വേണ്ടി, അതിനു വേണ്ടിയല്ലേ നമ്മൾ തെറ്റ് ചെയ്യണത്. അപ്പോ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവികമായിട്ടുള്ള അംശം എന്ത് വേണം? നമ്മുടെ കയ്യിൽ വേണം. ആ ദൈവികമായിട്ടുള്ള അംശത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളാണ് എന്ത് പറയണത്? ഈ ദേവത ആരാധന. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ദേവതയെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കുക. അപ്പോഴാണ് അത് മനനം ചെയ്യാനായിട്ട് പറ്റൂ. ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും 4 സ്റ്റാൻസ് തെറ്റില്ലാതെ വായിക്കുക എന്നുള്ളിടത്ത് ഫുൾ സ്റ്റോപ്പ് ഒരിക്കലും ഇടരുത്. എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അത് മനനം ചെയ്യൂ. ആ മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ശ്രീകൃഷ്ണനും അർജുനനും നമ്മുടെ മനസ്സിലുണ്ടാവൂ. അപ്പോഴാണ് ആ ശ്രീകൃഷ്ണനെ നമുക്ക് ഉപാസിക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഉപാസന ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവികത എന്നുള്ളത് ഉണ്ടാവൂ. അതല്ലാതെ വെറുതെ ഭഗവത്ഗീത വായിച്ചതുകൊണ്ടോ നാരായണീയം വായിച്ചതുകൊണ്ടോ ഭാഗവതം വായിച്ചുകൊണ്ടോ നമ്മൾ എവിടെ എത്തിപ്പെടാൻ പോണില്ല. ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എവിടേക്കെങ്കിലും എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനെ മനനം ചെയ്ത് അതിനെ സാധനയായിട്ട് എടുത്ത് അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ചര്യയായി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റിമറിക്കപ്പെടും. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ആവില്ല കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രകൃതം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പറയണ അസുരഭാവം എന്നുള്ളവരുടെ സ്വഭാവത്തിനെ കുറിച്ച്. അപ്പൊ ഇതിലെന്താ പറയുന്നത്? തേജസ്, ക്ഷമ. ഒരാളെ കാണുമ്പോൾ അവരുടെ മുഖത്തിനൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ എത്രത്തോളം പ്യുവർ ആണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ അതുപോലെ പറയണ അസുരന്മാരും അതുപോലെ തന്നെയാണ് അർജുന. ദുരഭിമാനം, ക്രോധം, പരുഷത, അവിവേകം, അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ ജനിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറയാണ്, ഇവർക്കൊക്കെ രക്ഷപ്പെടാനായിട്ട് ഞാൻ ഉപാധികൾ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ?
ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസരങ്ങൾ ഉണ്ടാക്കി തരാനേ ഭഗവാൻ പറ്റൂ. എണ്ണത്തെ കണ്ട മാമ ഞാൻ നേരാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ തള്ളിയിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, പ്രവൃത്തിയും നിവൃത്തിയുമാണ് നമ്മളുടെ ജീവിതം. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികതയിൽ മാത്രമാണ് നമ്മൾ പോവുക. നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറിപ്പോകും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഉപഭോഗ മനസ്സിനെ പ്രവർത്തിപ്പിച്ചാലാണ് എന്തുണ്ടാവുക? നിവൃത്തി എന്ന് പറയുന്നത് ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം പറയാണ് എന്തും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള ആ ഹുങ്ക് നമുക്ക് വരുംതോറും എന്താ ഉണ്ടാവുക? അഹം എന്ന ഭാവം ഉണ്ടാവും. അപ്പൊ എന്താണ്? ഭഗവാൻ എന്നും പിന്നെ നമ്മൾ കാണില്ല. കാരണം അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 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 എല്ലാം ഞാനാണ്. അപ്പൊ ആ ഞാനിനെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാര്യം എന്റെ മേലെ ആരും ഇല്ല, പിന്നെ ഞാൻ എന്തിനു വേറെ ആരെയും അംഗീകരിക്കണം, അല്ലേ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇന്നത്തെ അധ്യായങ്ങളിൽ പറഞ്ഞത് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കാമം, ക്രോധം, ലോഭം, ഈ 3 എന്നിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രധാന കാരണങ്ങള്. കാമം വരുമ്പോ എന്തുണ്ടാവും? ക്രോധം ഉണ്ടാവും. എനിക്കത് വേണം, എനിക്കിത് വേണം, മറ്റേത് വേണം എന്ന് പറയുമ്പോൾ അത് കിട്ടാതാവുമ്പോ എന്താവും? ക്രോധാവും, ദേഷ്യം വരും, അല്ലെ? ലോഭം എന്ന് പറഞ്ഞാലോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും പോരാ 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 പോരാ, ഇനിയും വേണം, ഇനിയും വേണം. ഇനി അത് ഉണ്ടായി കഴിഞ്ഞാലോ അത് ഞാൻ കാരണമാണ് ഉണ്ടായേ എന്നുള്ള അങ്ങനെയുള്ള ചിന്തകള്. ഇത് 3 നിന്നെ നശിപ്പിക്കണത് എന്നുള്ളത് പറയാണ് 22ാമത്തെ ശ്ലോകം വരെ. 23ലും 24ലും പറയാണ്, നിങ്ങൾ എന്താ വേണ്ടതെന്നറിയോ? നിങ്ങളുടെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കൂ. ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ നിങ്ങൾ അംഗീകരിക്കൂ. നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞു ഇങ്ങനെ ചെയ്യൂ, ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്യൂ. എന്തിനു വേണ്ടിയാണ് ആ വഴിപാട്? അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താണ് ഫലം എന്നുള്ളത് ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്, അല്ലെ? നമ്മൾ ഒരിക്കലും അച്ഛനെയും അമ്മയും നമ്മുടെ പിതാമഹന്മാരെയും ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. നമുക്ക് വായിക്കാൻ അറിയാം. നമുക്ക് അതിനെക്കുറിച്ച് അന്നുള്ളവരെക്കാട്ടിലും എത്രയോ ചാൻസുകൾ ഇന്നുള്ളവർക്കുണ്ട്. യൂട്യൂബിൽ നോക്കാം. യൂട്യൂബ് നമുക്ക് അത്ര ബ്ലൈൻഡ് ആയിട്ട് പോകാൻ പറ്റില്ല. കാര്യം പലരും വാച്ചിങ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് പലതും ഇടുന്നുണ്ട്. നല്ല ആൾക്കാരെ മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുക, വാച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ നല്ല കണ്ടന്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ വായന തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇഷ്ടംപോലെ PDF ബുക്കുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാനായിട്ട് പറ്റും, അല്ലെ? ഇന്നത്തെ കാലത്ത് അതിൽ മനസ്സിലാക്കുക എന്താണ് ഇത്, ശാസ്ത്രത്തിന്റെ ഇതിന്റെ തത്വം എന്താണ്. ശബരിമലയ്ക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്? അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമായ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ മനസ്സിലാക്കി ചെയ്യൂ. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറുതെ പോയി തൊഴുകല്ല, ആ അനന്തപത്മനാഭന്റെ തത്വം മനസ്സിലാക്കൂ. ആ തത്വം മനസ്സിലാക്കി നമ്മൾ അവിടെ പോയിട്ട് തൊഴുകണതും വെറുതെ പോയി തൊഴുകണതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഏതൊരു അമ്പലത്തിൽ പോകുമ്പോഴും ആ അമ്പലത്തിനെ കുറിച്ച് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചതിന് ശേഷം അവിടെ പോവൂ. എന്നിട്ട് ആ മൂർത്തിയെ കാണൂ, ആ മൂർത്തിയെ മനനം ചെയ്ത് ഉപാസിക്കൂ. അവിടെയാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടുള്ളൂ. അതല്ലാതെ നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല, അത് ഉറപ്പാണ്. വെറുതെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആരാധന എന്നുള്ളതിലുപരി വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അത് 24ാമത്തേതിൽ പറയണത് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ഒരു നല്ലൊരു ഗാർഡൻ നമ്മൾ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ വീടിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ആ ഗാർഡനിൽ ഈ നന്നില്ലാത്ത എന്തെങ്കിലും പാഴ്ചെടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗാർഡനിൽ നിർത്തുവോ? ഇല്ലല്ലോ. അതിനെ പിഴുത്ത് കളയല്ലേ നമ്മൾ ചെയ്യുക. എന്നാൽ ആ പാഴ്ചെടികൾ ഇല്ലാതെ നല്ല വൃത്തിയായി പനിനീർ പൂക്കളൊക്കെ, മുല്ലപ്പൂവ്, അങ്ങനെയുള്ള എല്ലാ ഇതായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ആ ഗാർഡൻ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരും, അല്ലെ? കാണുന്നവർക്കും അതിൽ പൂക്കളെ പൊട്ടിക്കുന്നവർക്കും അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ അവിടെയും എല്ലാവർക്കും അതിനെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ് തരിക. അതുപോലെയാണ് ദൈവികമായിട്ട് വളരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആത്മീയത ഇല്ലാത്ത മനുഷ്യനോ ആസുരിക എങ്ങനെയാണ്? ഇന്ന് നമ്മളുടെ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വേണ്ടാത്ത ചെടികളൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, അല്ലെ? അതിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വളം ചെയ്തിട്ടാണോ അത് ഉണ്ടാവണത്? അല്ല, അല്ലെ? നല്ലത് എന്തെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സംരക്ഷിക്കണം അതിനെ, എന്നാലല്ലേ അത് ഉണ്ടാവുള്ളൂ. ഒരു റോസാ ചെടി വെച്ച് അതിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ അതിനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് കള കയറിയത് നാശമായി പോവും. തീരെ മറിച്ച് കളകൾക്ക് നമ്മൾ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആസുരികത അങ്ങനെയാണ്. അതിന് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട, അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഉണ്ടായിക്കോളും. ദൈവികത എന്ന് പറയുന്നത് ഈ റോസ് പൂവിനെ നമ്മൾ പരിരക്ഷിച്ച് ഉണ്ടാക്കി വളർത്തിയെടുക്കുന്ന പോലെയാണ്. ബുദ്ധിമുട്ടാണ് ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളത്. പക്ഷെ അതിനെ വളർത്തി വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാലോ ഈ ലോകത്തിന് മുഴുവൻ അത് ഉപകാരപ്രദമാകും. വരുന്ന തലമുറയിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്. നമ്മളുടെ മക്കൾക്ക് ശാസ്ത്രീയമായ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഭൗതികതയിൽ മാത്രം നീ പഠിച്ച് ജോലിയായി സമ്പാദിച്ച് നീ നന്നായി ജീവിക്കുക, അതല്ല. പഠിക്കലും ജോലിയാവലും സമ്പാദിക്കലും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഈ ജോലിയായിട്ട് എവിടെ എവിടെ എത്തിപ്പെടാതെ സൂയിസൈഡ് ചെയ്യുന്ന മക്കളെ, ഒന്നും പറഞ്ഞാൽ അനുസരിക്കാതെ രാത്രി വണ്ടി എടുത്തു പോയിട്ടും അങ്ങനെ ഇങ്ങനെയും ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലേ, അച്ഛനമ്മമാരെ നോൽക്കാത്ത മക്കള്, ഈ രാജ്യത്തിനും എല്ലാത്തിനും ഉപദ്രവകാരികളായിട്ട് നമ്മുടെ സമൂഹം മാറാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. അതല്ലാതെ നമ്മളുടെ മക്കൾക്ക് വേറെ എവിടുന്നും ഒന്നും കിട്ടില്ല. നമ്മൾ എന്താ കൊടുത്തത്, നമ്മൾ എന്താ നമ്മളുടെ വീട്ടിൽ ചെയ്യണത്, അത് തന്നെയാണ് നമ്മുടെ മക്കൾ ഫോളോ ചെയ്യുക. അപ്പൊ ആ ശാസ്ത്രത്തിനെ അനുശാസിച്ച് ജീവിക്കുക. ഇന്നത് കൊണ്ടാണ് മോനെ ഞാൻ ഇത് ചെയ്യാൻ പറയുന്നത്, അതുകൊണ്ട് നീ അത് ചെയ്യണം. നാളെ അവനും പോയി നോക്കട്ടെ എന്താണ് അമ്മ പറഞ്ഞതിന്റെ പിന്നിലെ തത്വം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അത് ചെയ്യും. അതല്ലാതെ ഇന്ന് അമ്പലത്തിൽ പോയി ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ആക്കും. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് വേറൊരു പണിയില്ല, അമ്മയ്ക്ക് എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇത് ചെയ്യലാ പണി. മനസ്സിലായോ? ആ തത്വം അറിഞ്ഞ് തത്വങ്ങളെ നമ്മളുടെ കുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ ഒരു കുട്ടി പോലും വഴിപഴക്കില്ല. വഴിപഴക്കാൻ കാരണക്കാരാരാന്നറിയോ? നമ്മള് മാതാപിതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ. ശാസ്ത്രങ്ങളെ ഡിപ്പെൻഡബിൾ ആയിട്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. അത് തന്നെയാണ് 16ാമത്തെ അധ്യായത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച നമുക്ക് കാണാം 17ാമത്തെ അധ്യായമായിട്ട്. ഹരി ഓം. ഭഗവത്ഗീത പഠനം വെറും ഒരു വായനയിൽ ഒതുങ്ങാതെ അതിന്റെ അർത്ഥങ്ങളെ നന്നായി മനസ്സിലാക്കി ജീവിതത്തിലെ പ്രയോഗത്തിൽ കൊണ്ടുവരണം എന്നുള്ള അറിവാണ് നമുക്ക് ജ്യോതിയൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മളിവിടെ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ദൈവാസുര സമ്പദ് വിഭാഗ യോഗം ഇന്നിവിടെ അവസാനിക്കുകയാണ് അധ്യായം. ധ്യാന ശ്ലോകം ചൊല്ലിത്തന്ന രമാക്കും ചാൻഡിങ് റിവിഷൻ ചെയ്ത ബിനിയക്ക ലത ദിവാകറക്കും സമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ഗംഗ ആറാക്കയ്ക്ക്, റിപ്പീറ്റേഷൻ ചാൻഡിങ് ജയലക്ഷ്മി അക്ക, വിശദീകരണം തന്ന രാജമ്മക്ക, ലാലി സുരേഷ് അക്ക, ഗിരിജാർ ആർ അക്ക, ജ്യോതി അക്ക, എല്ലാവർക്കും സമിതിയുടെ പേരിലും എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. വളരെ നല്ലൊരു വിശദീകരണമായിരുന്നു രാജമ്മക്കയും ഗിരിജാക്കയും ജ്യോതി അക്കയും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ അവസരം തന്ന സിന്ധു അക്കയ്ക്ക് നന്ദി പറയുന്നു. പ്രമുഖായ സിന്ധു അക്കയ്ക്ക് നന്ദി പറയുന്നു. ഇതിന്റെ പിന്നിൽ റെക്കോർഡിംഗ് സഹകരിച്ച സുനൈന അക്കയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഭഗവത്ഗീത അധ്യയന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം. എല്ലാവർക്കും കണ്ണുകൾ അടച്ചിരിക്കാം, നിവർന്നിരിക്കാം. മുഖത്ത് ഒരു മന്ദഹാസം, കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.